പിറന്നാളിന് മുന്നാടിയായി ദിയ കൃഷ്ണനും ഓമിയും മാലദ്വീപിലേക്ക് പോയിരുന്നു. നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ. അശ്വിൻ മൂന്നാമത്തെ പ്രാവശ്യം തവണ ഓമിയെ ആദ്യമായിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അമ്മുവിനും ഇഷാനിക്കുമൊപ്പമാണ് ആദ്യം ഞാൻ പോയത്. പുതിയ ബ്ലോഗിലൂടെ ദിയ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവച്ചത്. ബീച്ചൊക്കെ കാണാൻ ഓമി എക്സൈറ്റഡ് ആയിരുന്നു. വെള്ളം അവന് ഇഷ്ടമാണ്. ഫ്ലൈറ്റിലെല്ലാം ഓമി നല്ല ഉറക്കമായിരുന്നു. ചെറിയൊരു ഫ്ലൈറ്റിലാണ് പോയത്. 5 മാസം പ്രഗ്നൻ്റായ സമയത്തായിരുന്നു ആദ്യത്തിൽ ഇതിൽ കയറിയത്. അന്ന് അത്ര സേഫായിരിക്കില്ല എന്ന് ദിയ പറഞ്ഞിരുന്നു. വീഡിയോ എടുക്കുമ്പോഴും ഓമി നല്ല കുട്ടിയായിരുന്നു. അവനത് അറിഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നു എന്നാണ് ദിയയുടെ കമന്റ്. ബർത്ത്ഡേ ആയതുകൊണ്ട് മാലിദ്വീപിലേക്ക് പോവുകയാണ്. അമ്മ തന്ന ഗോൾഡ് ബ്രേസ്ലെറ്റും ദിയ കാണിച്ചു. അശ്വിൻ പുതുതായി കുറച്ച് റിങ് വന്നിരുന്നു. അതെല്ലാം ഇടാറുണ്ട് ഇപ്പോൾ. 3 വർഷം മുമ്പ് വന്നപ്പോൾ ഇത്രയും കാലാവസ്ഥയല്ലായിരുന്നു ഇവിടെ. നല്ല മഴയുണ്ട് ഇവിടെ. അശ്വിന് അങ്ങനെയുള്ള ക്ലൈമാക്സ് ആണ് ഇഷ്ടം. അന്ന് ഇവിടുത്തെ എയർപോർട്ടിൽ വലിയ ഭംഗിയൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ മൊത്തത്തിലങ്ങ് മാറി. പഴയ സ്ഥലവുമായി ഒരു ബന്ധവുമില്ല. ഓമി ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കത്തില്ല. അശ്വിൻ്റെ കൂടെ തന്നെ പോകണം. ഇവിടെ എത്തിയാലും ഉള്ള സന്തോഷമെല്ലാം ഏറെലായി. ആരുടെ കണ്ണീർ കിട്ടിയെന്നറിയില്ല. നമ്മുടെ ഏറ്റവും വലിയ പെട്ടി വന്നിട്ടില്ല. നമ്മുടെ മാത്രമല്ല വേറെ 3, 4 പേരുടെയും വന്നിട്ടില്ല. നമ്മൾ പോയി ചോദിച്ചപ്പോൾ ഫ്ലൈറ്റിൽ ഓവർ വെയിറ്റ് ആയതുകൊണ്ട് മാറ്റിവെച്ചതാണെന്ന് മറുപടി ലഭിച്ചു. നമ്മൾ ഇതെങ്ങനെ അന്തം ഇട്ടിരിക്കുകയാണ്. നമ്മളോട് ചോദിക്കാതെ നമ്മളറിയാതെ നിങ്ങളെങ്ങനെ മാറ്റിയെന്ന് ഞങ്ങൾ ചോദിച്ചു. നിങ്ങളെ അവർ ഇൻഫോം ചെയ്തില്ലായിരുന്നു എന്നാണ് അവരുടെ ചോദ്യം. ഞങ്ങളുടെ കുഞ്ഞിൻ്റെയും ഡ്രസ്സെല്ലാം ആ പെട്ടിക്കുള്ളിലായിരുന്നു. എൻ്റെ അടിവസ്ത്രം വരെ അതിലാണ് വെച്ചത്. കൊച്ചിൻ്റെ ഡയപ്പർ വരെ ബാഗിൽ വെച്ചിട്ടാണ് ഭാഗ്യത്തിന് അത് കിട്ടി. ഇതുപോലുള്ള പണി ആരോടും കാണിക്കരുത് എനിക്ക് പറയാനുള്ളത്. പെട്ടി നാട്ടിൽ വെച്ച് തരാനല്ലല്ലോ നിങ്ങൾക്ക് പൈസ തരുന്നത്. കുഞ്ഞിനെയൊക്കെ വെച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ അവരറിയാതെ അതുവരെ പെട്ടി മാറ്റരുത്. 24 മണിക്കൂറിൽ പെട്ടി എത്തിച്ചു തരാമെന്ന് പറഞ്ഞാലും അത്രയും നേരം നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വെറും ചീപ്പായ പരിപാടിയാണ്. എന്തിനാണ് ഈ ഫ്ലൈറ്റ് വന്നതൊക്കെ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അതിനിപ്പോഴാണ് ഒരു പെട്ടിയല്ലേ എന്ന് അനുമാനത്താൽ ഇവിടുത്തെ ജീവനക്കാർ. കടയിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തോളൂ. ബില്ല് കാണിച്ചാൽ തരാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ എന്തായാലും ഷോപ്പിംഗ് നടത്താൻ പോവുകയാണ്. ബിൽ ഇവർ തന്നെ തരട്ടെ. ഞങ്ങൾ ബേബിക്ക് വേണ്ടി ബട്ടർ മിൽക്ക് തരാമെന്ന് ചോദിച്ചു. കാഷ്യൂ നട്ട് മേടിച്ചാൽ തരാമായിരുന്നു എന്ന് മറുപടി. കുഞ്ഞിന് വേണ്ടി ഇച്ചിരിയെങ്കിലും ഒഴിച്ചു തരുമെന്ന് ഞാൻ കരുതിയത്. മനുഷ്യത്വത്തിൻ്റെ പേരെങ്കിലും അല്പം ഒഴിച്ചു തരാമായിരുന്നു. എമിറേറ്റ് ബേബിക്ക് വേണ്ടി സ്ട്രോബെറി ചോദിച്ചപ്പോൾ അവർ ബോക്സ് തന്നിരുന്നു. എന്തായാലും ഇതൊരു വല്ലാത്ത അനുഭവമായി പോയി. ഞങ്ങൾ അടിച്ചുപൊളിച്ച് ഷോപ്പിംഗ് ചെയ്യും. വലിയ വില കൂടിയ ജട്ടിയൊക്കെ വേണം മേടിക്കാൻ. ചോദിച്ചാൽ നമ്മൾ ഇതേ ഉപയോഗിക്കുള്ളൂ എന്ന് പറയാം. ലഗേജ് ഇല്ലാതെ എന്തിന് അവരുടെ ഫ്ലൈറ്റിൽ കയറ്റിയെന്നായിരുന്നു അച്ഛൻ ചോദിച്ചത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തതാണ്. എന്നിട്ട് അവരൊന്നും പറഞ്ഞില്ല. എന്തായാലും ഈ വ്ലോഗിൽ ക്യാപ്ഷൻ കിട്ടിയതുമായി ദിയയും അശ്വിനും പറഞ്ഞത്.